ബീഫ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി, നിങ്ങളുടെ കയ്യിൽ ബീഫ് മാഗിൻ്റെ ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മാഗി ക്യൂബ് ഇട്ട് കൊടുത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി ഒരു കൂട്ട് റെഡിയാക്കണം. ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ നമ്മളെ ഡ്രൈഡ് ലെമൺ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇനിയിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ പുതിനവും മല്ലിയില അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തതിനോണ്ട് തന്നെ ഞാനിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പ് അതിലുണ്ടാവും. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുക. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് എന്താക്കുക, ബീഫ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ചോറൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, ഗോൾഡാണ് എടുത്തത്. ഇനി വെള്ളം നല്ലോണം തിളച്ചിട്ടായിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, ഉപ്പ്, ബേ ലീഫ്, 2-3 അല്ലി വെളുത്തുള്ളി അതെല്ലാം കുത്തിയിട്ട് കൊടുത്തിട്ടായിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലിൻ്റെ മിക്സില്ലേ അതിലേക്ക് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് വെള്ളം വാർന്ന് വെച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ആക്കിയിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് വെള്ളം ബീഫിൽ നിന്ന് വന്നോളൂ. ഇനി ഇതൊരു 8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇപ്പോഴത്തെ നമ്മൾ ചോറുണ്ടല്ലോ നല്ലോണം വെന്ത് റെഡിയായിട്ട് വന്നിന്. ഇനി ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കുക. 8 വിസിലായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആവിയെല്ലാം കംപ്ലീറ്റ് പോയി കഴിഞ്ഞിട്ടായിട്ട് ഞാനിപ്പോൾ തുറന്നു നോക്കിന്. ബീഫ് ആവശ്യത്തിന് വെന്തിട്ടുണ്ടായിന്. ഇനി ഇന്ന് ഈ ഒരു വെള്ളമെല്ലാം ഉണ്ടല്ലേ ഇതെല്ലാം ഒന്ന് വറ്റിച്ചെടുത്തിട്ടായിട്ട് നമുക്ക് എന്താക്കുക, ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഫ്രൈ ആക്കിയിട്ടെടുത്തിട്ടുള്ളത്. മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ ബീഫ് വേവിച്ചെടുത്തതിന് മുന്നേ ആയിട്ട് മസാലയിൽ മിക്സ് ആക്കുമ്പോൾ അതിലേക്ക് 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിന്. ബീഫിൽ നിന്ന് വറ്റിച്ചെടുത്ത മസാലയും അതേപോലെ റൈസെല്ലാം മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടായിട്ട് മേലെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായി ബീഫും ഒരു ചാർക്കോളയും കൂടി കത്തിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൊഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് കളറെല്ലാം ഇട്ട് കൊടുക്കുക. ലാസ്റ്റായിട്ട് ആ ഒരു ഫ്രൈ ആക്കിയ അതിൽ നിന്ന് കുറച്ച് ഓയിലെല്ലാം ബാക്കി ഉണ്ടാവുമല്ലോ അതതിൻ്റെ മേലെല്ലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എന്താക്കുക 1/2 മണിക്കൂർ ദം ചെയ്തെടുക്കുക. അടിപൊളിയാണ്. ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക.